ഇതപ്പോ കരുതിക്കുട്ടിയുള്ള ഒരു കെണിയായിരുന്നു അല്ലേ? തുളസി കഴിക്കേ. മാം എപ്പോ വന്നു? വന്നിട്ട് കൊറേ നേരമായി. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് തുളസിയെ കൂടി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മാമിന് തുളസിയോടെന്തോ പറയാനുണ്ടെന്ന്, അതാ വരാൻ പറഞ്ഞത്. മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ അല്ലേ? എന്താ മാം? അത് അന്ന് ഞാനും ഹരിയും വീട്ടിൽ വന്ന പിന്നെ അച്ഛൻ വിവരമൊന്നും അറിയിച്ചില്ല. ഹരിക്കാണെങ്കിൽ റിപ്ലൈ കിട്ടാത്തതിലൊരു ടെൻഷൻ. അക്കാര്യത്തിൽ എന്തിനാ ടെൻഷൻ? മൗനം സമ്മതമെന്ന് കേട്ടിട്ടില്ലേ? ആരും മറുപടിയൊന്നും പറയുന്നില്ലെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന അർത്ഥം. അത് പിന്നെ അല്ലെങ്കിലും പ്രസാദേട്ടന്റെ ഇഷ്ടമാ ജയന്റെയും പ്രിയയുടെയും തുളസിയുടെയും ഇഷ്ടം. മാമനെന്ന് വെച്ചാൽ അച്ഛന്റെ സ്ഥാനത്തിനേക്കാളും മുകളിലാ തുളസിക്ക്. പ്രസാദേട്ടന് തുളസിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഞാൻ പോലും. പ്രസാദ് സാറിന് ഈ കാര്യത്തിൽ പൂർണ്ണ സമ്മതമല്ല. ഏത് കാര്യത്തിൽ? തുളസിയെ ശ്രീഹരിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ. അത് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമുണ്ടോ? തുളസിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന കാര്യത്തിന് പ്രസാദേട്ടൻ തടസ്സം നിൽക്കുവോ? അത് എനിക്ക് സമ്മതമാണ്. എന്താ മോളെ, എന്തിനാ നിന്നെ വിളിപ്പിച്ചത്? പറഞ്ഞില്ലേ വിവാഹകാര്യം തീരുമാനിക്കാം. മാമൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാം നടത്തിത്തരും. കൂടാതെ ദുർഗാമ്മയുടെയും മംഗളപ്പച്ചിയുടെയും ഫുൾ സപ്പോർട്ടും എനിക്കുണ്ട്. പക്ഷെ ഞാൻ കെട്ടേണ്ടത് ആദ്യമല്ലെന്ന് മാത്രം. പിന്നെ പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചറുടെ അനിയൻ ശ്രീഹരിയാണ് എന്റെ വരൻ. ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കണം. അത് പറയാൻ വേണ്ടിയാ എന്നെ തിടുക്കപ്പെട്ട് വിളിപ്പിച്ചത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. പോരെ? നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എന്താ അവിടെ ഉണ്ടായത്? ഒന്ന് വിശദമായിട്ട് പറഞ്ഞതാ. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. എല്ലാവരും ചേർന്ന് എന്നെ കെണിയിൽ വീഴ്ത്താൻ നിൽക്കായിരുന്നു. പൊന്നാങ്ങളയുടെ മാനസാന്തരത്തിന്റെ രഹസ്യം പിടികിട്ടിയില്ലേ? ഇനി ആ മനുഷ്യന്റെ നന്മയെക്കുറിച്ച് എന്റെ അടുത്ത് മിണ്ടിപ്പോരുത്. നമ്മളെ ചതിക്കായിരുന്നല്ലേ? എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. പ്രസ ഇത്രയും സീരിയസ് ആയ സ്ഥിതിക്ക് നമ്മൾ അടങ്ങിയിരിക്കരുത്. അതെ, ഇപ്പൊ തന്നെ ആദ്യയുടെ മുമ്പിൽ നമ്മളാ കുറ്റക്കാര്. ഞാൻ ആദ്യം വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. തുളസി എന്നെയാ. അവളെ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ പാടില്ല. അച്ഛ, അറിയാതെ എന്തെങ്കിലും തെറ്റ് ഞാനോ തുളസിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അച്ഛ, ഈ കാലി പിടിച്ച് പറയാം. അച്ഛന് തുളസി ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ. നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എവിടെയെങ്കിലും. അച്ഛ, പ്ലീസ് പ്ലീസ് അച്ഛ. അമ്മ എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛനെ എതിർത്തപ്പോ
അമ്മ കൂടെ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. അമ്മ എന്നെ കൈ ഒഴിയായിരുന്നു. നിന്റെ ഒപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചവളായിരുന്നു ഞാൻ. പക്ഷേ അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ഞാൻ ചെയ്യില്ല. നീയും തുളസിയുമായുള്ള വിവാഹം അച്ഛന് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ നീ ഇനി നിർബന്ധിക്കണ്ട. അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. അതാണ് ഒരു മകൻ എന്ന നിലയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാതെ ഇവിടെ വന്ന് തുളസിയുടെ പേരിൽ തർക്കിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ വേർപെടുത്താൻ ശ്രമിക്കരുത്. എന്റെയും തുളസിയുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ കോരി നിറച്ചത് അച്ഛനാണ്. അതെന്തിനായിരുന്നു? എന്നിട്ടിപ്പോ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് മന്ത്രിക്ക് കോഴ കൊടുക്കുന്നു. അറിയാച്ച, എന്താ അച്ഛന്റെ പ്രശ്നം? എന്തിനാ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ഇത്ര പാടുപെടുന്നേ? പറയാച്ച, ഇപ്പോഴെങ്കിലും അത് പറഞ്ഞേ പറ്റൂ. പറയച്ച. കുറച്ചല്ല, കുറച്ചധികം കൂടിപ്പോയെന്നെ ഞാൻ പറയും. ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞത്. ആദിയെ സംബന്ധിച്ച് നോക്കുമ്പോ അവനിപ്പോ മാനസികമായിട്ട് തകർന്നു നിൽക്കുക. പ്രസാദ് സാർ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല. ദുർഗമ്മയുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയേയില്ല. ഈ അവസ്ഥയിലേക്കാണ് മന്ത്രിയുടെ അനിയന്റെ അരങ്ങേറ്റം. അവിടെ നീ അവനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അവന് കുറച്ച് ഉത്തരവാദിത്വത്തിന്റെ കുറവുണ്ട്, അത് ശരിയാക്കി എടുക്കണം. അതിനുവേണ്ടിയാ ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച. ബെസ്റ്റ്. ഇതിനെയാണ് മലയാളത്തിൽ പറയുന്നത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന്. ഇടി, ശ്രീഹരിയോട് നിനക്ക് ഒരു താല്പര്യമില്ലെന്നും എന്തൊക്കെ സംഭവിച്ചാലും ആദ്യം മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നും അവനോട് തുറന്നു പറഞ്ഞൂടായിരുന്നോ? അതൊക്കെ അവന് മനസ്സിലാവുന്ന വിധത്തിൽ പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. പക്ഷെ അതൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല. നീ അവനെ ചീറ്റ് ചെയ്യുകയാണെന്നായിരിക്കില്ലേ ആദ്യം ഇപ്പൊ വിചാരിക്കുക. ജനിച്ച അന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ച. ഇത്രയും കാലം കൂടെ നടന്നിട്ടും അവൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ അവനോട് ഞാൻ പിന്നെ എന്തു പറയാന്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. അവന്റെ സ്ഥാനത്ത് വേറെ ആരായാലും തെറ്റിദ്ധരിക്കപ്പെടും. എന്തിന്? എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ തെറ്റിദ്ധരിക്കുന്നത്? അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീയും മന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലും നീ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിനിടയില മന്ത്രിയുടെ അനിയൻ നിന്നെ പെണ്ണന്വേഷിക്കുന്നതും അവര് വീട്ടിൽ വരുന്നതും അത് കഴിഞ്ഞ് ദേവമംഗലത്തേക്ക് വരുന്നതും നിന്നെ അവിടേക്ക് ക്ഷണിച്ചോണ്ട് പോകുന്നതും. ഇതൊക്കെ അറിയുമ്പോ അവന്റെ മനസ്സിൽ സംശയം ഉണ്ടാകും. ഹലോ ഹലോ, ആരാണെന്ന് മനസ്സിലായോ? ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ലല്ലോ. ചിരിച്ചു പേടിപ്പിക്കാതെ ആരാന്ന് വെച്ച പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഹരിയ, ശ്രീഹരി. ഓ സോറി, എന്റെ കയ്യിൽ നമ്പർ ഇല്ലായിരുന്നു. സത്യമായിട്ട് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. അതിനെന്താ, ഞാനതൊരു തമാശയായി എടുത്തുള്ളൂ. എന്തായാലും തുളസിയുടെ ഗട്സ് മനസ്സിലായല്ലോ. ഇത്തരം ബോൾഡായ കുട്ടികളാണ് എനിക്കിഷ്ടം. ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു. ഞാനിപ്പോ നല്ല ഹാപ്പിയാണ്. തുളസി ഹാപ്പിയാണെന്ന് ചേച്ചി പറഞ്ഞു. എന്താ ഒന്നും പറയാത്തത്? അൺനോൺ നമ്പർ കണ്ടിട്ട് കലുതുള്ളി ആളിന്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചു പോയോ? പറയൂ, എന്തെങ്കിലും പറയൂ. തുളസിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. നീ പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ. ചേച്ചിക്ക് അത് പറയാം. ഒരു സിംഗിൾ കളർ ബ്ലൗസും കോട്ടൺ സാരി എടുത്താൽ മതിയല്ലോ. സിമ്പിൾ. നിനക്കും എന്നെ പോലെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടാ പോരെ? ചേച്ചി ഏത് ഡ്രസ് ഇട്ടാലും അതിനെ ആരും കുറ്റം പറയില്ല. പൊതുമരാമത്ത് മന്ത്രിയല്ലേ? സിമ്പിൾ ആവും തോറും ആളുകൾക്ക് ചേച്ചിയോടുള്ള ബഹുമാനം കൂടും.
ഓ, അപ്പൊ ആളുകളുടെ ബഹുമാനം പിടിച്ചു പറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്തരം ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നതാണോ നീ പറയുന്നത്? ഒരിക്കലും അല്ല. ചേച്ചി വേറെ ലെവലല്ലേ. എന്തെടുത്താണ് ഞാനും ഒടുക്കത്തെ ഗ്ലാമറാണ്. അതെ, എന്നെ മണിയടിക്കാൻ നിൽക്കാതെ വേഗം തുളസിയുടെ അടുത്തേക്ക് പോവാൻ നോക്ക്. മതി കണ്ണാടിക്ക് മുമ്പിൽ തിരിഞ്ഞു കളിച്ചത്. പോവാൻ നോക്ക്. ഇത് ഫിക്സ്. വാ. എന്താണ്? അംബേദ്കർ കോളനിയുമായി ബന്ധപ്പെട്ട ഫയലാണ് മാഡം. വർക്ക് 15-ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ശരി മാഡം. അവിടെയുള്ള പൗരസമിതി അംഗങ്ങളെയും പാർട്ടിക്കാരെയും ജോലിയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. ജോലിയല്ല, അവരുടേത് സേവനമായിട്ട് വേണം കരുതാൻ. ആ കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഓക്കെ മാഡം. ദാ. ശരി മാഡം. ചേച്ചി എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിച്ചു, നീ സത്യം പറയൂ. അങ്ങനൊരു സംശയം ഗായത്രി ടീച്ചർക്കുണ്ടോ? എങ്കി പറ, നീ തുളസിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ? എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ തുളസിയെ പരിചയപ്പെട്ടു. നിനക്ക് ചേരുവെന്ന് തോന്നിയപ്പോ അവളുടെ വീട്ടുകാരോട് സമ്മതം ചോദിച്ചു. അവരിപ്പോഴും അതിന് കൃത്യമായൊരു മറുപടി തന്നിട്ടും ഇല്ല. ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, പിന്നെ 1-2 തവണ നീ അവളെ നേരിട്ട് കണ്ടിട്ടും ഉണ്ടാവും. അപ്പോഴേക്കും നിനക്ക് തുളസിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയോന്ന്? അങ്ങനെ ചോദിച്ചാ എന്തോ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നെഞ്ചിൽ പേറി നടക്കാനേ സമയമായിട്ടില്ല. അതെന്താ? തുളസിയുടെ ഇഷ്ടം കൂടി അറിയണ്ടേ? ആ കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ടാവില്ല എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. വേഗം ചെല്ല്, അവളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. അല്ലല്ലേ, തല്ലി എന്തൊരു വേദനയാ. തഴമുണ്ടോ കയ്യില്? നോക്കട്ടെ. അയ്യോ, ഉണ്ടല്ലോ. മംഗല്യ ഭാഗ്യം ഉണ്ടല്ലോ. എനിക്കോ? ഇനിയും? ചേച്ചിക്കല്ല, ചേച്ചിയുടെ അനിയന്. ഈ രേഖയിലുണ്ട്. ഉടനെ തന്നെ അനിയന്റെ വിവാഹം നടക്കുന്നു. ഒന്ന് പോടാ അവിടെ. ചേച്ചി, എനിക്ക് എന്താടാ ഇത്? നീ എന്തായി കാണിച്ച? എനിക്ക് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും എല്ലാം ഈ ചേച്ചിയല്ലേ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എന്തായാലും കാമുകിയെ കാണാൻ പോകുമ്പോ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ലോകത്തിൽ ആദ്യത്തെ ആള് നീയായിരിക്കും. പോയിട്ട് വാ, ചെല്ല. ഓ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് കല്യാണ വീട്ടിലെത്തിയോ? അതെങ്ങനെ? ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ എത്താൻ. പിന്നെന്താ, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? ഒന്നും മറന്നതല്ല. ഞങ്ങള് വഴിയിൽ വെച്ച് ആദ്യമോനെ കണ്ടിരുന്നു. അത് വിളിച്ചു പറയാൻ മാത്രം വലിയ കാര്യമാണോ? അവൻ അവിടേക്ക് വരും. എന്തിന്? നീ എവിടെ തനിച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങള് തിരിച്ചു വരുന്നതുവരെ അവൻ അവിടെ ഉണ്ടാവും. ഞങ്ങൾ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ എപ്പോഴാ വരുന്നേ? ഇപ്പൊ എത്തും. ഞാൻ കുളിക്കാൻ പോവാ. അത് സാരമില്ല. നീയേ മുമ്പിലെ ഡോർ അടയ്ക്കണ്ട, ചാരി ഇട്ടാ മതി. എന്നാ പിന്നെ അവൻ എത്തുന്നതിന് മുമ്പ് ഞാൻ കുളിക്കാൻ നോക്കട്ടെ. ശരി. ബോറടിച്ചോ? ഞാനേ നീരാട്ടിലായിരുന്നു. ഒരു 2 മിനിറ്റ് കൂടി നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോഴേക്കും ഞാൻ വരാം. എന്നോടുള്ള പിണക്കൊക്കെ മാറിയോ?
അതോ ഇപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുകയാണോ? എനിക്കെന്ത് പണക്കം? തുളസി ഒരു റിപ്ലൈ തരാത്തല്ലേ? എനിക്ക് ദേഷ്യമുണ്ടെന്നോ മറ്റോ ചേച്ചി പറഞ്ഞു കാണോ? അത് തന്നെ. എന്താന്നും മിണ്ടാത്തെ? വന്നു എന്നുള്ള കോളിംഗ് ബെല്ല് കേട്ടപ്പോഴേ ഞാൻ അറിഞ്ഞു. നീ വരുന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടേ ടീപ്പോയിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. ഇവളിത്ര ഫ്രീ ആയിട്ട് സംസാരിക്കോ? ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്താന്നും മിണ്ടാത്തെ? പിണക്കാണോ അതോ നാണോ? ഓ, അങ്ങനെയുള്ള സാധനമൊക്കെ അവിടെ നിന്നുണ്ടാവോ? ഹലോ, നീ എവിടെയാ? എന്താ? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ ട്രൈ ചെയ്യാ. നീ എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ സൈലന്റ് ആയിരുന്നു. എന്തിനാ വിളിച്ചേ? ഒന്നുമില്ല, നിന്നെ കാണാത്തപ്പോ ഞാനൊന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വന്നോണ്ടിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഏയ് ഒന്നുമില്ല. എന്നാ ശരി. നീ വരുമ്പോഴേ കട്ട് ചെയ്തു. ആന്റി എന്താ ആദ്യേട്ടനെ തുളസിയുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറയാത്തത്? അത് പറഞ്ഞ അവനെന്തെങ്കിലും സംശയം തോന്നിയാലോ? എന്ത് സംശയം തോന്നാനാ? എങ്ങനെയെങ്കിലും ആദ്യം അവിടെ എത്തിക്കണ്ടേ? ആ സ്ഥിതിക്ക് പറയായിരുന്നു. അതെ, ഫോൺ ചെയ്തിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ആദ്യേട്ടൻ ദുർഗാന്റിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തോളും. അറ്റൻഡ് ചെയ്തിട്ട് എന്ത് പറയാനാ? തുളസിയുടെ വീട്ടിലേക്ക് ആരോ കേറി പോകുന്ന കണ്ടു. അത് ആരാണെന്ന് നോക്കി അന്വേഷിച്ചിട്ട് വരാൻ പറ. അതൊന്നും ശരിയാവില്ല സുലു. എന്റെ ചേച്ചി ജെയിനും പ്രിയയും കല്യാണത്തിന് പോയതാണെന്ന് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ആ വീട്ടിൽ ആരെങ്കിലും കേറി ചെന്നാ അത് ശ്രദ്ധിക്കേണ്ട ചുമതല ദുർഗേച്ചിക്കുണ്ടല്ലോ. ആ സ്ഥിതിക്ക് തുളസിയുടെ വീട്ടിൽ ആരാ വന്നതെന്ന് നോക്കിട്ട് വരാൻ പറ. പറഞ്ഞു നോക്കല്ലേ? പറയേ. പറ ദുർഗാന്റി. എന്താ? നീ എവിടെ എത്തി? ഞാൻ എത്താറായി. എന്തു പറഞ്ഞു? അവനിവിടെ എത്താറായെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ചേടാ, നീ ബോറടിച്ച് മരിച്ചു കാണുമല്ലേ? എന്ത് ചെയ്യാനാ? ഞാൻ നിന്നെ പോലെ അല്ലല്ലോ, കുറച്ച് വൃത്തി മെനയുള്ള കൂട്ടത്തിലായി പോയില്ലേ? ഞാൻ തുളസി പറയുന്നല്ലേ കേൾക്കുമായിരുന്നു. എവിടെ ആളെവിടെ? ആര്? ആദ്യം എവിടെ? ആദ്യോ? ആ, എന്റെ മാവന്റെ മോൻ. അവൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ ഞാൻ ഡോർ ലോക്ക് ചെയ്തില്ല. ഇവിടേക്കാരും വന്നില്ല. ഓ അല്ല, നിങ്ങൾ എപ്പോഴാ വന്ന? ഇത് നല്ല ചോദ്യം. ഞാൻ വന്നതും എന്നോട് സംസാരിച്ചൊക്കെ മറന്നുപോയോ? ആദ്യമോനെ ചായ എടുക്കട്ടെ? കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലോ? വേണ്ട. എന്തു പറ്റി? കണ്ടിട്ട് സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ. വയ്യേ മോന്? എല്ലാരും കൂടി എന്നെ അസുഖം പിടിപ്പിക്കാതിരുന്നാ മതി. എന്നാ മോൻ കിടന്നോ. സുലുവിന്റെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മോൻ കിടന്നോ.
അതെ, ഞാൻ മോനോടൊരു രഹസ്യം പറയാൻ വേണ്ടി വന്നതാ. ആതിരയും ദുർഗേച്ചിയും കേൾക്കരുത്. അതുകൊണ്ടാ ഈ സുലു ആന്റി ഒറ്റയ്ക്ക് വന്നത്. എന്ത് രഹസ്യം? നീ തുളസിയുടെ വീട്ടിൽ പോയിരുന്നോ? നീ പോയിരുന്നോന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സുലു ആന്റി അവിടെ പോയിരുന്നു. പോയത് മറ്റൊന്നും കൊണ്ടല്ല. കാലത്ത് ഞാൻ ആ വഴി പോയപ്പോ തുളസിയുടെ അച്ഛനും അമ്മയും എവിടേക്ക് പോകുന്നത് കണ്ടു. ചോദിച്ചപ്പോ കല്യാണത്തിനാണെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ മുറ്റത്തൊരു കാറ്. തുളസിയുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്ത സമയത്ത് അവിടെ ആരാ വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാ ഈ സുലു ആന്റി അങ്ങോട്ട് ചെന്നത്. സത്യം പറഞ്ഞ തുളസി അവിടെ ഇല്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നെ. എന്റെ പൊന്നു മോനെ, ഡോർ അകത്തുനിന്ന് അടച്ചു പൂട്ടിയതുകൊണ്ടേ ഞാൻ കോളിംഗ് ബെല്ലെന്ന് അടിച്ചു നോക്കി. വാതില് തുറക്കാത്തപ്പോ ഞാൻ ജനാലയിലൂടെ നോക്കിയതാ. എന്റെ പൊന്നു മോനെ, ഞാൻ തകർന്നു പോയടാ. ഈ സുലു ആന്റി ആകെ തകർന്നു പോയി എന്റെ ആദി മോനെ. അത്രയ്ക്ക് തകരാൻ മാത്രമേ അവിടെ നിങ്ങൾ എന്താ കണ്ടത്? ഞാനായതുകൊണ്ട് പിടിച്ചു നിന്നു. എന്റെ ആദ്യമോനെങ്ങാനും ആയിരുന്നെങ്കിൽ ബോധം കെട്ട് വീണ് മരിച്ച ശവം അടക്കം കഴിഞ്ഞേനെ ഇന്ന്. അവിടെ നിങ്ങൾ എന്താ കണ്ടതെന്ന്? ഞാനത് എങ്ങനെ നിന്റെ മുഖത്ത് നോക്കി പറയും? മുഖത്ത് നോക്കണമെന്നില്ല, കാര്യം പറ. തുളസി ആദ്യ ജീവന് തുല്യ സ്നേഹിക്കുന്നല്ലേ എല്ലാവരും കരുതിയിരിക്കുന്നെ. നിനക്ക് അവളോടും അങ്ങനെ തന്നെയാണെന്ന് എന്നെ പോലെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ കുടിക്കുന്ന പച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ലടാ അവളെ. സുലുവാന്റെ അവളെ വിശ്വസിക്കണമെന്നില്ല. എടാ, അവള് കള്ളിയാടാ, പെരും കള്ളി. അനാവശ്യം പറയരുത്. എന്റെ ആദ്യ മോനെ, ഞാൻ പറയുന്നത് മൊത്തം നീ ഒന്ന് കേക്ക്. എന്നിട്ട് പറ, ഈ സുലു ആന്റി പറയുന്നത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന്. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ പരദൂഷണം. ശരിയാക്കി തരാം. എന്റെ ബലമായ സംശയം അവിടെ ഒരു അവിഹിതം നടന്നിട്ടുണ്ടോന്ന് തന്നെ. എന്തും പറയുന്നല്ലേ? പറയൂ പറയൂ. അയ്യോ ആദി, ആദി, നീ എന്തുവായി കാണിക്കുന്നേ? നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? എന്റെ മുത്തപ്പ, ഞാൻ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ദുർഗിച്ച് തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിലേ എന്നെ ഇപ്പൊ ചുടുകാട്ടിലേക്ക് എടുക്കേണ്ടി വന്നേനെ. നിനക്ക് എന്താ ആദ്യം പറ്റിയത്? സുലു ആരാന്ന് നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? ലോക ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നെ എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് ആരോടാണെങ്കിലും ഞാൻ പറയും. എന്റെ കൊക്കിലെ ശ്വാസം ഉള്ളിടത്തോളം കാലം. ആദ്യക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമാണ് നീ ഇവനോട് പറഞ്ഞത്? എന്താ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? അതെ. എന്നാലേ അതറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പറ, ഇല്ലെങ്കിൽ ആദ്യം നിന്റെ കഴുത്ത് ഞെരിച്ചതുപോലെ ആവില്ല, കൊല്ലും ഞാൻ. ആദ്യമോൻ ഇത്രമാത്രം. ആദിയുടെ മനസ്സിപ്പോ നീറുകയായിരിക്കും. നീറട്ടെ ചേച്ചി, നീറി നീറി പുകഞ്ഞ് കത്തട്ടെ. ആദ്യേട്ടനോട് തുളസിക്ക് നല്ലൊരു അടി വെച്ചു കൊടുക്കാൻ പറയണായിരുന്നു. എന്തായാലും ഇന്നത്തെ പെർഫോമൻസോടുകൂടി ആദ്യ തുളസിയെ ഒഴിവാക്കും. ഇനി അഥവാ അവൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ദുർഗേച്ചിക്ക് ജനിച്ചത് ആൺകുഞ്ഞല്ലായിരുന്നു എന്ന് കരുതിയാൽ മതി. അവനാണ് തന്നെയാ. നോക്കിക്കോ, ഇന്നു മുതൽ ആദ്യ തുളസിയെ സംശയിച്ചു തുടങ്ങും. ഈ സംശയത്തേക്കാൾ വലിയൊരു രോഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവന് തുളസി എന്ന മാരക രോഗത്തെ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും. ആദ്യേട്ടനെ എന്നെ കാണുന്നില്ലല്ലോ. അവൻ വരും. അപ്പോഴേക്ക് നീ ഒരുങ്ങി നിന്നോ. തുളസിയോടുള്ള വാശി തീർക്കാൻ ഇനി അവൻ ആതിരയെ ഉപയോഗിക്കും. അതെ, തുളസിയും ശ്രീഹരിയുമായിട്ടുള്ള ബന്ധം ശക്തമാണെന്നറിഞ്ഞാൽ അവളോടുള്ള പകരം വീട്ടിലായിട്ട് ആതിരയെ കൊണ്ടു നടക്കും. എന്നെ ആദ്യമായിട്ട് ലവ് ചെയ്യുന്നാണ് പറഞ്ഞു വരുന്നേ. അതെ, വാശി കയറിയ ആണുങ്ങൾ എന്തും ചെയ്യും.
ആ വാശി നീ ശരിക്കും ഉപയോഗപ്പെടുത്തണം. എങ്കിലേ നമ്മൾ ഇത്രയും കളിച്ചതിന് കാര്യം ഉണ്ടാവുള്ളൂ. ഞാൻ ഉപയോഗപ്പെടുത്തും. എല്ലാം നിനക്ക് വേണ്ടിയാണ്. അറിഞ്ഞു പെരുമാറിയ നാളെ ഈ വീട്ടിലെ മണവാട്ടിയായിട്ട് നിനക്ക് കയറി വരാം. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുലാന്റി? ഇതുവരെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയെങ്കിലും അതില്ലാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. ആദിയുടെ ബൈക്ക് കാണുന്നില്ലല്ലോ. അവൻ ഇവിടേക്ക് വന്നിട്ടില്ലേ? അവന് തുളസിയോടുള്ള പിണക്കം മാറാത്തോണ്ടാവും. ശരിയല്ലേ? ശരി സർ. എന്നാലും വരാതിരിക്കില്ലല്ലോ ജയേട്ടാ. എത്ര പിണക്കമാണെങ്കിലും അവൾ ഒറ്റയ്ക്കാണെന്ന് കേട്ടാൽ അവൻ വരില്ലേ? ആ, തുളസിയുടെ കാര്യത്തിൽ അത്ര കരുതല അവന്. ചിലപ്പോ വണ്ടി വീട്ടിൽ വെച്ചിട്ട് വന്നതാവും. ആദി, ഇത് എവിടെ പോയി? തുളസി, എവിടെ പോയി രണ്ടുപേരും? എന്തിനവള് കരയുന്നത് ചേട്ടാ? ഇതെന്താ ഒറ്റയ്ക്ക്? ആദ്യമോൻ എവിടെ? മോൾ എന്തിനാ കരയുന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? എന്താ മോളെ, ആദ്യം ഇങ്ങോട്ടേക്ക് വന്നില്ലേ? വന്നു, പോവാൻ ചെയ്തു. അവന് എന്തെങ്കിലും തിരക്കുണ്ടാവും. തിരക്കായിരുന്നു, എന്നെ കുറ്റപ്പെടുത്താനുള്ള തിരക്ക്. അതിന് തക്ക അവസരം ആരും ഒരുക്കി കൊടുത്തിരുന്നു. അവന്റെ മനസ്സിൽ നമ്മൾ അവനെ വഞ്ചിക്കുകയാണെന്നുള്ള സംശയമുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്യാം. നീ കരയാതിരിക്കേ. ഇതങ്ങനെയല്ല അച്ഛാ. എന്താ ഉണ്ടായത്? ആരൊക്കെയോ കരുതി കൂട്ടി ഒരു കെണി എനിക്ക് മുമ്പിൽ ഒരുക്കി വെച്ചു. അതിൽ ചെന്ന് വീണത് ആദ്യാണെന്ന് മാത്രം. നീ എന്താ ഉണ്ടായതെന്ന് പറ. അയാൾ ഇവിടെ വന്നിരുന്നു. ആര്? മന്ത്രിയുടെ അനിയൻ ശ്രീഹരി. അല്ല, അവനെന്തിനാ ഇവിടെ വന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ തനിച്ചാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത്. നീ ഇവിടെ തനിച്ചാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്ന് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആദ്യമോനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. സുലുവിന് അറിയാമായിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് സുലു കണ്ടിരുന്നു. ഓ, അപ്പൊ അത് തന്നെ കാര്യം. അവരവരുടെ ദുർഗേച്ചുമായിരിക്കും ശ്രീഹരി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരുമാതിരി പന്തം കണ്ട പെരിച്ചഴിയെ പോലെ. അവൻ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അതെ, അവനെ കുറ്റപ്പെടുത്താൻ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ മാം. സാറ് തിരക്കിലാണോ? അല്ല മാം, പറഞ്ഞോളൂ. ഞാൻ തുളസിയുടെയും ഹരിയുടെയും നാളുകൾ തമ്മിൽ പൊരുത്തം നോക്കിച്ചിരുന്നു. അവര് തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്നാ ജോത്സ്യൻ പറഞ്ഞത്. അതെയോ? അതെ. ഇനി ജാതക പൊരുത്തം കൂടി നോക്കിക്കണം. നോക്കാം. തുളസിയുടെ ജാതകം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജോത്സ്യരെ കൊണ്ട് നോക്കിക്കായിരുന്നു. അതത് സംഘടിപ്പിക്കാം. എങ്കിൽ സാറ് തുളസിയുടെ ജാതകം എത്രയും പെട്ടെന്ന് എത്തിക്കണം. അതിനുശേഷം മതിയല്ലോ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, ജാതകക്കുറിപ്പ് എന്റെ കയ്യിലുണ്ട്, ഞാനത് എത്തിച്ചേരാം. എങ്കിലതൊന്ന് വാട്സാപ്പ് ചെയ്താലും മതി. ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്തേക്കോ? ശരി മാം. ഓക്കെ. ഓക്കെ.
എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ കിടന്ന്? നീയൊന്നും കഴിച്ചില്ലല്ലോ. വാ, വന്ന് കഴിക്ക്. വാ. എനിക്ക് വിശപ്പില്ല. എത്ര ദിവസം നീ ഇങ്ങനെ വിശപ്പില്ലാന്നും പറഞ്ഞ് പട്ടിണി കിടക്കും? നിനക്ക് ആരോടാ ഇത്ര വാശി? സ്വന്തം ശരീരത്തിനോടോ? അമ്മ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറത്തു പോ. നീ എഴുന്നേറ്റ് വാ. ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിശപ്പില്ലാതെ എങ്ങനെയാ കഴിക്കുന്നേ? നിന്റെ വിശപ്പില്ലായ്മയും വിഷമമൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും. ജീവിതമാവുമ്പോ ഇങ്ങനെ പല വിഷമങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. തുളസിക്ക് ശ്രീഹരിയാണ് ഇഷ്ടമെങ്കിൽ അവൾ അവന്റെ കൂടെ ജീവിക്കട്ടെ. നീ എന്തിനാ അതിനെതിരെ നിൽക്കുന്നേ? ഞാൻ ആരെ എതിർക്കാനില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അവളുടെ ഉള്ളില് ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്നുള്ള സംശയം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാണ്, എവിടെ വെച്ചാണ് ഗായത്രി ടീച്ചറെ അവൾക്ക് പരിചയമെന്ന് നീ ചോദിച്ചോ? അത് ചോദിക്കാതിരിക്കില്ലല്ലോ. അഥവാ നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു മറുപടി അവള് നിനക്ക് തന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തന്നിരുന്നോ? ഇല്ല. അവള് പറഞ്ഞു തരാത്ത ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. തുളസിക്ക് പരിചയം ഗായത്രി ടീച്ചറെ അല്ല, അവരുടെ അനിയൻ ശ്രീഹരിയാണ്. അവനിലൂടെയാണ് അവൾക്ക് ഗായത്രി ടീച്ചറെ പോലും പരിചയം. തുളസിയും ശ്രീഹരിയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ഒന്നും ആരോടും തുറന്നു പറയാതെ ഇത്രയും കാലം അവര് കഴിച്ചുകൂട്ടി. ഒടുക്കം നീ വിവാഹത്തിന് തിടുക്കം കൂട്ടിയപ്പോ അവൾക്ക് തനി സ്വരൂപം പുറത്തെടുക്കേണ്ടി വന്നു. ഏയ്, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണമെന്നില്ല. നിന്നെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. ഗായത്രി ടീച്ചറെ മറ്റാരെക്കാളും നിന്റെ അച്ഛൻ അറിയാം. അക്കാര്യത്തിൽ നിനക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഗായത്രി ടീച്ചറിന് മാത്രമല്ല, ശ്രീഹരിയും തുളസിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നിന്നെ എതിർക്കുന്നതും തുളസിയെ വെറുക്കുന്നതും. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഇല്ലാത്തൊരു കാരണത്തിന്റെ പേരില് നിന്നെയും തുളസിയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ഒരു വില്ലനൊന്നും അല്ല നിന്റെ അച്ഛൻ. ഇത് നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നിന്നെ തകർക്കാൻ ആർക്കും കഴിയും. അതിൽ എന്റെ മോൻ വീണു പോവരുത്. തോൽവികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ. എനിക്ക് വിജയിക്കണമെന്നില്ല. എനിക്കുണ്ട്. എന്റെ മകൻ ആരുടെ മുമ്പിലും തല കുനിക്കരുതെന്നും എല്ലായിടത്തും വിജയിക്കണമെന്നും ഓരോ അമ്മമാരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. 10-8 പൊരുത്തമുണ്ടെന്ന ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് നമുക്ക് ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്യാം. പ്രസാദേട്ടൻ തുളസിയുടെ ജാതകക്കുറിപ്പ് അയച്ചെന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. ആ, സാറിന്റെ തിരക്ക് കാരണം അത് പറയാൻ മറന്നുപോയതായിരിക്കും. എന്തായാലും നന്നായി. എല്ലാം ഒത്തുവന്ന സ്ഥിതിക്ക് ഇനി ഉടനെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാലോ. വിവാഹം കുറച്ചു കഴിഞ്ഞ് മതിയെന്നാ തുളസി പറയുന്നത്. അല്ല, അതെന്തിനാ വെച്ച് നീട്ടുന്നത്? തുളസിക്ക് തുളസിയുടേതായി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും. പഠനം, ജോലി, ഇതൊക്കെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അത്യാവശ്യമാണല്ലോ. പെൺകുട്ടികൾക്ക് പഠനമാവാം. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അവൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോലി. മന്ത്രിയുടെ അനിയന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി അത്ര നിർബന്ധമാണോ? ആരുടെ ഭാര്യയാണെങ്കിലും പെൺകുട്ടികൾക്കൊരു ജോലിയുള്ളതും എപ്പോഴും നല്ലതാ. മാം വിചാരിച്ച തുളസിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇനിയെങ്കിലും മാഡം എന്നുള്ള വിളി അവസാനിപ്പിക്കണം. നമ്മള് ബന്ധുക്കളാ. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഇനി ആവശ്യമില്ല. ഞാൻ പിന്നെ എന്താ വിളിക്കുക? ഒരു ചേച്ചി അനിയത്തി ബന്ധം, അതാ നല്ലത്. മറ്റതിന് ഒരുപാട് അകലം ഫീൽ ചെയ്യുന്നു. ശരി, ഗായത്രി വിചാരിച്ച തുളസിക്കൊരു ജോലി ശരിയാക്കാലോ. അത്തരം വളഞ്ഞ വഴികളൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് പിന്നെ ശ്രീഹരിയും തുളസിയായിട്ടുള്ള വിവാഹത്തിന് സമയതാമസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനുവേണ്ടി കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. തുളസിയുടേത് നല്ല തീരുമാനമാണ്. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള എന്റെ ഉപദേശവും ഇതുതന്നെയായിരിക്കും. ആദ്യം ജോലി, അത് കഴിഞ്ഞ് വിവാഹം. എങ്കിൽ പിന്നെ എൻഗേജ്മെന്റ് എങ്കിലും നടത്താമല്ലോ. വിവാഹം കുറച്ച് കഴിഞ്ഞിട്ട് മതി. യെസ്, അതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും വേണ്ടിയാ ഞാൻ ചേച്ചിയെ വിളിപ്പിച്ചത്. എന്നാ ഏറ്റവും അടുത്ത ദിവസം തന്നെ ശ്രീഹരിയും തുളസിയായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്താം. അത് നല്ല തീരുമാനമാ. പിന്നെ അവർക്ക് ഒരുമിച്ച് എവിടെ വേണേലും പോവാലോ.
പക്ഷേ എന്താ ചേച്ചി? റിംഗ് എക്സ്ചേഞ്ച് നിർബന്ധമാണ്. രണ്ടുപേരുടെയും പേര് കൊത്തിയ മോതിരങ്ങൾ വിരലിൽ അണിയണം. അത് സ്വാഭാവികമാണല്ലോ. എന്തായാലും ചേച്ചി പേടിക്കണ്ട. എന്റെ അനിയൻ ഒരിക്കലും തുളസി ഉപേക്ഷിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഇന്ന് വേണമെങ്കിൽ ഇന്ന് തുളസിയെ വിവാഹം ചെയ്യാൻ ഹരി റെഡിയായിട്ട് നിൽക്കുക. എൻഗേജ്മെന്റ് കഴിഞ്ഞ് തുളസിക്ക് തന്നെ ചിലപ്പോ തോന്നിയാലോ ഉടനെ വിവാഹം ആവാന്ന്. അങ്ങനെ തോന്നിയാ ഉടനെ നമുക്ക് രണ്ടുപേരും വിവാഹം കഴിപ്പിക്കാം. ഓ, മരുമകളെ കുറിച്ച് ഇത്രയും ഉത്കണ്ഠയുള്ള ഒരു അമ്മായിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൾ എനിക്ക് എന്റെ നാത്തൂന്റെ മകളല്ല, എന്റെ സ്വന്തം മകളാ. അതെനിക്ക് ശരിക്കും ബോധ്യായി. എന്നാ പിന്നെ വിവാഹ നിശ്ചയത്തിന് പറ്റിയ നല്ലൊരു ദിവസം ജോത്സ്യരോട് അന്വേഷിക്കാം. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതാര് വാങ്ങിച്ചു തന്നതാ? ആര് വാങ്ങി തന്നല്ല എന്താ സുല, എനിക്ക് ഇഷ്ടമെങ്കിൽ എടുത്തോ. എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു മുമ്പ്. എന്നിട്ട് അത് എവിടെ പോയി? എന്നോട് ആരും ഇതുപോലെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അത് ദാനമായിട്ട് അങ്ങ് കൊടുത്തു. ഞാനും മോളെ പോലെ തന്നെയാ. എന്റെ കയ്യിൽ ഒന്നും നിക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പൊ അത് ദാനമായിട്ട് കൊടുത്തു കളയും. എന്നാൽ ഇത് സുലുവിന്റെ അടുത്ത്. താങ്ക്സ്. അയ്യോ, നീ നോക്കിയേ, കൊള്ളാല്ലേ? കൊള്ളാം. കൊള്ളാം. പറ, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? അടുത്ത പരിപാടി വാ കീറിയ ദൈവം തന്നെ നമുക്ക് ഭക്ഷണവും തരും. എന്നുവെച്ചാൽ എന്താ സുലുവാൻറ്റി? നമ്മുടെ മുമ്പിലെ എല്ലാ വഴികളും ദൈവം തുറന്നു വെച്ചിരിക്കുക. നമ്മൾ അതിലൂടെ നടന്നാ മാത്രം മതി. വായിലൂടെയോ? അല്ല, വായുടെ അടുത്തൂടെ. എന്നോട് ദേഷ്യം പിടിക്കല്ലേ സുലുവാൻറ്റി, എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ. അതായത് ശ്രീഹരിയും തുളസിയുമായുള്ള വിവാഹം ഉടനെ നടക്കും. ആര് പറഞ്ഞു? ജോലി കിട്ടിയ ശേഷം മതി കല്യാണം എന്നല്ലേ തുളസി പറഞ്ഞു നടക്കുന്ന. ജോലി കിട്ടിയതിനു ശേഷം മതി വിവാഹം എന്ന് വിചാരിച്ച് നടന്നവളാ ഞാൻ. ജോലി കിട്ടി 15 വർഷമായിട്ടും എന്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ തുളസിയുടെ വിവാഹം ഒരിക്കലും നടക്കില്ലേ? ശ്രീഹരി തുളസി വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് ഞാൻ തമ്മിലുള്ള വിവാഹം എങ്ങനെ നടന്നിടോ? അയാളെ കണ്ടത് ഇത് അയാളുടെ ബൈക്കാണോ? ആണെന്ന് തോന്നുന്നു. ആ പോകുന്നത് അവനാണോ? അതെ സർ. പിടിക്കോനെ. എന്താണ് നടക്കടാ അങ്ങോട്ട് നടക്കടാ. നീ ഇവിടെ കിടന്ന് ചത്താലേ നിനക്ക് കാവലിരിക്കാനും കെട്ടിപ്പൊഞ്ഞു കൊണ്ടുപോകാനും ഞങ്ങളെ കൊണ്ടുപോയ്യ. കെട്ടിപ്പോതിയാരോ? എന്നെയോ? ആത്മഹത്യ ചെയ്യണോ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി ചെയ്യണം. ഞാൻ ആത്മഹത്യക്കൊന്നും വന്നല്ല. പിന്നെ നീ ഈവനി വാക്കിന് ഇറങ്ങിയാണോ ഇവിടെ? നടക്കണം അങ്ങോട്ട്. എന്നെ ഇവിടെ അങ്ങോട്ട്. ഞാൻ വരാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് നടക്കടാ. ഇനി വിടങ്ങോട്ട് നടക്ക. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സാറിനോട് പറ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും വന്നതല്ല. നീ ACP കൃഷ്ണപ്രസാദ് സാറിന്റെ മകനല്ലേ ആദിത്യൻ? അതെ സാർ. ഇവളാ പറഞ്ഞത് നീ ഇവിടെ ചാകാനുള്ള വണ്ടിയും കാത്ത് നിൽക്കുവാണെന്ന്. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും വന്നതല്ല. ഇവളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നീയാണെന്ന് പറഞ്ഞു. അതെ സാർ. കൊള്ളാം. എന്നിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആത്മഹത്യക്ക് ഇറങ്ങിയതല്ല. താൻ എന്തായാലും വണ്ടി കയറ്. എന്തിനാ സാർ? സാർ, എനിക്ക് വണ്ടിയുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. സാരമില്ല, നീ ജീപ്പിലോട്ട് കയറ്.
രമേശ സർ, ആ വണ്ടി സാറിന്റെ വീട്ടിലെത്തിക്കണം. ശരി സർ. നീ ആ കീയും എടുത്തേ. എടുക്കടാ അങ്ങോട്ട്. അങ്ങ് കൊടുക്ക. സർ, വെറുതെ എന്നെ ഓരോ വിഷമത്തിലേക്ക് വലിച്ചഴിക്കരുത്. എനിക്ക് വീട്ടിൽ പോകണം. നിനക്ക് വീട്ടിൽ പോകാം. അസമയത്ത് നിന്നെ ഇവിടെ കണ്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതെ പറ്റില്ല. നിന്റെയൊക്കെ ജീവനെ ഈ പാവപ്പെട്ട പോലീസുകാരുടെ കയ്യിലാ. ഇനി ഇങ്ങനെ ഇവിടെ കറങ്ങി നടന്നാലേ ഈ നീണ്ടു കിടക്കുന്ന റെയിൽപാളം കാണുമ്പോ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടായിന്ന് വരാം. അതുകൊണ്ട് വണ്ടിയൊക്കെ ഞാൻ കയറില്ല. എവനെ പിടിച്ച് വണ്ടി ഞാൻ കയറില്ല എന്ന് പറഞ്ഞില്ലേ? എന്ത് കഷ്ടം ഇത്. കേറങ്ങോട്ട്, വിടങ്ങോട്ട്. ഹലോ സാറ് ഉറക്കായിട്ടുണ്ടാവുമല്ലേ? താൻ കാര്യം പറ. ആദിത്യൻ വീട്ടിൽ പറയാതെയാണ് പോയതല്ലേ? ആദി പേടിക്കണ്ട, അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ പ്രസാദിട്ട? അവൻ എവിടേക്കാ പോയെന്ന് പറയാൻ പറ. ആത്മഹത്യയായിരുന്നു ലക്ഷ്യമെന്ന് തോന്നുന്നു. റെയിൽവേ ട്രാക്കിന്റെ അവിടെയാ കണ്ടത്. റെയിൽവേ ട്രാക്ക്? എന്താ പ്രസാദേട്ടാ, എന്താ ആദിക്ക്? ആദ്യം റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കണ്ടെത്തിയെന്ന്. ആദ്യ റൂമിലുണ്ടല്ലോ, ഞാൻ കണ്ടതല്ലേ. അവൻ ആത്മഹത്യ ചെയ്യാൻ പോയെടുത്തുനിന്ന് പോലീസ് പിടികൂടിയെന്ന്. കള്ളം, അവൻ ഇവിടെ തന്നെ റൂമിലുണ്ട്. ഹലോ, നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? ഓക്കെ. അവനെ തനിച്ച് വിട്ടേക്കരുത്. വേണ്ട വേണ്ട വേണ്ട, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണ്ട. ശരി സാർ. ആദി, ആദി, ആദ്യം മോൻ മോളിലുണ്ടായിരുന്നില്ലല്ലോ. കോഫി ആയി ചെന്നപ്പോ അവനെ കാണാനില്ല. നീ പ്രസാദേട്ടന്റെ കോഫി എടുത്തോ? സാറിനെയും കാണാനില്ലല്ലോ. എവിടെ പോയി രണ്ടുപേരും? അവര് പോയി. പോയോ? എവിടെ? അവര് അച്ഛനും മോനും കൂടി ഒരു ടൂറ് പോയി. ആഹാ, എവിടേക്ക് ടൂറ് പോയി? അതെന്താ ദുർഗേച്ചിയെ കൂട്ടാതെ പോയത്? ഈ ടൂറ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാ. നമ്മളോ? അതെ, ആദ്യം ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുക നമ്മൾ പ്ലാൻ ചെയ്തത്. സുലു മറന്നുപോയോ? ഓ, അത് ഞാൻ മറന്നിട്ടില്ല. എങ്കിൽ ആ കാര്യം നടന്നു. ഇന്നലെ ആദ്യം ഒരു കടുങ്കൈ ചെയ്തു. അതുകൊണ്ട് കാര്യങ്ങള് നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിലങ്ങ് നടന്നു. എന്താ ദുർഗേച്ചി? ആദി ആത്മഹത്യക്കൊരുങ്ങി. അത്രയ്ക്ക് ഞെട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. റെയിൽവേ ട്രാക്കില് ആദ്യം കണ്ട പോലീസുകാരാ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സത്യം പറഞ്ഞ ആദ്യം ആത്മഹത്യക്കൊന്നും പോയതല്ലെന്ന് അവന്റെ വാക്കിന്ന് മനസ്സിലായി. പക്ഷേ ആ ഒരു കാരണത്തെ മുറുകെ പിടിച്ചപ്പോ പ്രസാദേട്ടൻ അവനെ നാട് കടത്താൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ആദ്യം എവിടേക്കാ പ്രസാദ് സാർ കൊണ്ടുപോയത്? പ്രസാദേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിലേക്കാ. അവിടെ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചു ദിവസം അവൻ അവിടെ കഴിയട്ടെ. എല്ലാം ദുർഗേച്ചിയുടെ ബുദ്ധിയായിരിക്കും അല്ലേ? എന്തായാലും തുളസിയുടെയും ശ്രീഹരിയുടെയും വിവാഹ നിശ്ചയം അതിനൊരു തടസ്സം ഉണ്ടാവില്ല. അക്കാര്യം എന്തായാലും ഉറപ്പായി. അല്ലേച്ചി, തുളസിയുടെ വിവാഹ നിശ്ചയം ഉണ്ടെന്നറിഞ്ഞാ ആദ്യം തിരിച്ചു വന്നാലോ? വരില്ല. കാരണം തുളസിയുടെ വിവാഹ നിശ്ചയമോ വിവാഹമോ ഒന്നും ഇനി ആദ്യം അറിയാൻ പോകുന്നില്ല. അവനെ അറിയിക്കാനും പോകുന്നില്ല.
വാ. അല്ല എന്താ ഇവിടെ? നീ മെന്റലി കുറച്ച് സ്ട്രെസ്ഡ് ആണെന്ന് അറിയാം. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ കഴിയാം. ഇവിടെയോ? എന്തേ? നിനക്കിവിടെ ഇഷ്ടപ്പെടും. നിന്റെ മനസ്സൊന്ന് ഫ്രഷ് ആവുന്നവരെ ഈ റിസോർട്ടിൽ കഴിയാം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ശ്യാമുണ്ട്. ശ്യാം ദിനകർ. ശ്യാം ദിനകർ എന്റെ ഫ്രണ്ടിന്റെ മകനാ. ഇത് അവരുടെ റിസോർട്ടാ. ശ്യാമിന് നിന്റെ പ്രായമുള്ളൂ. IT ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ച് ശാന്തതയിലേക്ക് ചേക്കേറിയവനാ ശ്യാം. ഇപ്പോ ടൂറിസ്റ്റുകളുടെ സീസണൊന്നും അല്ലാത്തോണ്ട് അവനിവിടെ ഒറ്റയ്ക്ക് കാണും. ഒരു മാറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു. എനിക്കറിയാം. വാ. ശ്യാം നല്ലൊരു തബലിസ്റ്റും സിംഗറൊക്കെയാ. പിന്നെ യോഗ, പെയിന്റിംഗ്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള ഒരാളാ. നിനക്ക് ഇഷ്ടപ്പെടും. വാ. ശ്രദ്ധിച്ച്. ശ്യാം. ആ അങ്കിൾ. ആദി നീയായിരുന്നോ? എടാ ശ്യാം ദിനകർ. അച്ഛ ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. അതെനിക്കറിയാം. ഞാനേ ഇവനോട് അത് പറയാതെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. ഞങ്ങൾ വന്ന ബുദ്ധിമുട്ടായ ശ്യാം. നെവർ. ഹിന്ദുസ്ഥാനിയിൽ ആരോ ചിട്ടപ്പെടുത്തിയൊരു താളത്തിന് മുറിവ് പറ്റി. നിനക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ലേ? ഏയ് അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. നീ ആത്മഹത്യ ചെയ്താൽ അതോടെ നിന്നിലെ തുളസിയും മരിക്കും. അതുകൊണ്ടല്ലേ? അതെ. ഞാൻ നിന്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് ആത്മഹത്യ ചെയ്യുന്നവരോട് സഹതാപമല്ല, പുച്ഛമാണ് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, പലർക്കും എന്റെ അതേ മനോഭാവം തന്നെയാണ്. തുളസി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ അവളെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. നീ പൗലോ കൊയ്ലയുടെ ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടില്ലേ? ഒരു കാര്യം നിങ്ങൾ ആദ്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അതിന്റെ സബലീകരണത്തിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊത്തൊരു ഗൂഢാലോചനയിൽ ഏർപ്പെടും. സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ശുഭാപ്തി വിശ്വാസമാണ് ആ പുസ്തകം. അതുകൊണ്ട് നിരാശ പാടില്ല. തുളസി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. പ്രസാദങ്ങൾ മാത്രമല്ല, ആന്റിയും തുളസിയും പാരന്റ്സും സുലുവും മംഗളാപ്പച്ചിയും, എന്തിന് അടുത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും, നിങ്ങളെ തൊടിയിലെ ചെടികളും കിളികളും പൂമ്പാറ്റകളും എല്ലാം നിങ്ങളറിയാതെ നിങ്ങളെ കൂടെ നിൽക്കും. അതുകൊണ്ട് കാത്തിരിക്കെ. എടാ, നടക്കേണ്ടത് നടക്കും. ഒരു ഗസൽ കേട്ടാലോ? പങ്കജ്ദാസ് അല്ലെങ്കിൽ മെഹദി ഹസൻ. അതല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബാവുക്കയുടെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി
ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ 2 മാസം കഴിയണമെന്ന ജോത്സ്യം പറഞ്ഞത്. പെട്ടെന്ന് നിശ്ചയം നടത്തുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മാസം വെയിറ്റ് ചെയ്യാം. നിശ്ചയം കഴിഞ്ഞെന്ന് കരുതി വിവാഹം ഉടനെ നടത്തണമെന്നില്ല. അന്ന് തുളസി പറഞ്ഞതുപോലെ പഠനം കഴിഞ്ഞു, ജോലി റെഡിയായതിനു ശേഷമോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് ഹരിയുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. അത് പിന്നെ എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ പ്രയാസമുണ്ട്. മറ്റാരോടെങ്കിലും അന്വേഷിക്കാനുണ്ടോ? തുളസിയുടെ അമ്മാവനും അമ്മായിയായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാ. അവർക്കെല്ലാം പൂർണ്ണ സമ്മതമാ. അതല്ല, തുളസി മോള് അവളോട് ചോദിക്കാതെ ഞങ്ങൾക്ക് സ്വന്തമായൊരു തീരുമാനം അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സമ്മതമാണ്. വെറുതെ എന്തിനാ 2 മാസം വരെ കാത്തിരിക്കുന്നത്? അടുത്ത ഞായറാഴ്ച തന്നെ എൻഗേജ്മെന്റ് നടത്താം. തുളസി പറഞ്ഞതാ കറക്റ്റ്. ഹരിക്കും തുളസിക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് എൻഗേജ്മെന്റ് എങ്കിലും വേഗത്തിൽ നടത്തണം. ഒരുപാട് കാലം വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. വിവാഹത്തിന്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അതും നീട്ടിക്കൊണ്ടു പോണമെന്നില്ല. നിങ്ങൾ സംസാരിക്ക, എനിക്ക് നല്ല തലവേദന. എന്താ മോളെ? ഏയ്, ഞാൻ കുറച്ച് കിടക്കട്ടെ അമ്മ. അല്ല, വേദന അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, അതിന് മാത്രമൊന്നുമില്ല. ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവും. എന്നാ തുളസി പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ ഈ സന്തോഷ വാർത്ത അവനെ ഒന്ന് വിളിച്ച് പറയട്ടെ.